ടീച്ചേഴ്സ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കൊള്ളിയാട്ടോ ഉണ്ടാക്കുന്നത്. മലപ്പുറം ഭാഷയിൽ പൂളപ്പൊരി എന്നൊക്കെ പറയും, മുളപ്പൊരി, പൂള ചിപ്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ വേഗം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ റെസിപ്പിയിലോട്ട് പോകുന്നതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പൂളക്കൊള്ളി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഒരു കിഴങ്ങ് പൂളയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ പൂള എടുത്തിട്ട് അതുപോലെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. ഒരു എത്ര പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2 ഇഞ്ച് നീളത്തിന് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് നീളത്തിന്റെ ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഈ ഒരു അളവിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നല്ല പോലെ തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുക്കേണ്ടതുണ്ട്. കഴുകിയെടുത്തിട്ട് നന്നായിട്ട് തോർത്തെടുക്കണം കേട്ടോ. അപ്പൊ നമ്മള് ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം പ്രത്യേകിച്ച് ഒന്നുമില്ല. നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചെടുക്കുക. തുടച്ചെടുത്തതിന് ശേഷം ഈ ഒരു തിക്നെസ്സിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. ഒരുപാട് തിന്നാക്കണ്ട, തിന്നാക്കി വരുമ്പം ആ ഒരു ഇതായിട്ട് പോകും. പക്ഷെ ഇത്തിരി കൂടി കട്ടിയിൽ വേണം നമ്മൾ ഈ ഒരു 1/4 ഇഞ്ച് കനത്തിൽ വേണം നമ്മൾ ഇതുപോലെ. 1/4 ഇഞ്ചും വേണ്ട കേട്ടോ, അതിൽ താഴെ തന്നെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഇനിതാ ഇതുപോലെ നീളത്തിന് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് തിന്നായിട്ട് തന്നെ കട്ട് ചെയ്യാം. ഇനിയിപ്പോ ഒരുപാട് കഴുകിയിട്ട് വെള്ളത്തിലിട്ടൊക്കെ ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം തോലൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല പോലെ കഴുകിയതിന് ശേഷം നന്നായിട്ട് ഒരു കോട്ടൺ തുണിയിലിട്ട് ഒന്ന് തുടച്ചെടുക്കുക. അപ്പൊ പുറം ഭാഗത്ത് വെള്ളം ഉണ്ടാവാൻ പാടില്ല, കാരണം നമ്മൾ എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പൊ ആ പൊട്ടിയിട്ട് പുറത്തേക്കൊക്കെ വരും. അപ്പൊ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഏകദേശം അതെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. എല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഏകദേശം ഒരു കൊള്ളി തന്നെ നമുക്ക് അത്യാവശ്യം തന്നെ ക്വാണ്ടിറ്റി കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് ഒരുപാട് പൂള പൊരിച്ചെടുക്കുന്നതിന്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇത് പൊരിച്ചെടുത്തതിന് ശേഷം നല്ല എയർ കണ്ടെയ്നറിൽ നല്ലൊരു കവറിലാക്കിയിട്ട് നമുക്ക് ഒരു നല്ലൊരു ബോക്സിൽ എന്തെങ്കിലും ആക്കി വെക്കാം. അപ്പൊ തണുക്കാതെ തന്നെ കുറെ ദിവസത്തിന് തന്നെ നിൽക്കും കേട്ടോ. അപ്പൊ അതാ എണ്ണ ചൂടാൻ ടൈമിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊരിഞ്ഞു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ 3 സെക്ഷനായിട്ടാണ് ഇത് പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. തീ കുറച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം കട്ടിയുള്ള ഒരു ചട്ടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നന്നായിട്ടൊന്ന് ബ്രൗൺ ആയിട്ട് വരട്ടെ കേട്ടോ. ഒരു 4, 5, 6 മിനിറ്റ് തന്നെ അത്യാവശ്യം വേണ്ടി വരും. ഈ ഒരു കളർ ആവുന്ന വരെ തന്നെ നമ്മൾ ആക്കിയെടുക്കാം. അപ്പൊ ഇപ്പൊ ആയി വന്നിട്ടില്ല, ഒന്നും കൂടെ ആയി വരാന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു 2 മിനിറ്റ് കൂടി ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ എണ്ണന്റെ ഇതൊക്കെ കണ്ടോ, നന്നായിട്ട് വെള്ളത്തിന്റെ അംശമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. ഒരു സൗണ്ടും വരും കേട്ടോ. നമ്മളിതിങ്ങനെ ആക്കുന്ന ടൈമിൽ നല്ലൊരു കിലുകില നല്ല സൗണ്ട് വരും. ആ സൗണ്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാച്ചാൽ ഇതിൽ നിന്ന് കോരി മാറ്റി വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പൊ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം പൊരിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോഴാണ് ആ ടേസ്റ്റ് വരിക. അപ്പൊ വെറുതെ നമ്മൾ പുളപ്പൊരിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ, വൈകുന്നേരം ചായയുടെ കൂടെ. അല്ലെങ്കിൽ വേണ്ട, വെറുതെ നമ്മൾ പുറത്തൊക്കെ വെറുതെ ഒന്ന് ഇരിക്കുമ്പോൾ ടൈമിൽ നമുക്ക് വെറുതെ കുറച്ചെടുക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാം ഞാനിവിടെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിനു ശേഷം മാത്രം നമ്മൾ ഒരു വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ വേഗം കുഴഞ്ഞു പോകും കേട്ടോ. അപ്പൊ നന്നായിട്ട് ഒന്ന് തണുക്കണം. അപ്പൊ അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇത് വേണ്ട, നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പൊ ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഒരു ആവശ്യമായിട്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെ പൂളന്റെ കൊള്ളി നല്ല ക്രിസ്പി തന്നെ, നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല ഫ്ലേവർ കിട്ടും ഈ ഒരു കറിവേപ്പിൻ്റെ ചേർത്ത് കൊടുത്താല്. അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക.
അപ്പൊ ദാ മോളൊക്കെ ഇങ്ങനെ വന്ന് എടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ മക്കൾക്കൊക്കെ അങ്ങനെയുള്ള വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ദാ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കും ഒന്ന് താഴെ കമന്റ് ആയിട്ട് ഒന്ന് പറയാം. അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഐസസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പ്ലീസ്. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ടും വരാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.